ഞാൻ ഇന്നലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പത്രിക സമർപ്പിച്ചിരുന്നു. ഞാൻ ഏകദേശം എനിക്ക് 52 വയസ്സായിട്ടുണ്ട്. ഒരു 15 വയസ്സാകുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രതികരിച്ച് MSFനെ പ്രതികരിച്ച് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഏകദേശം 37ഓളം വർഷം മണ്ഡലം കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ അംഗമായി വ്യക്തി എന്നുള്ള നിലക്ക് അതിൽ ആ മണ്ഡലം കമ്മിറ്റിയിൽ നിൽക്കുമ്പോൾ ഞാനുണ്ട്, എൻ്റെ പിതാവുണ്ട്, പിതാവിൻ്റെ പിതാവുണ്ട്. ഞങ്ങൾ 3 പേരും അതിലുണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വന്ന ഞാൻ പെരിന്തൽമണ്ണ മങ്കടയിലേക്ക് മാറിയ സമയങ്ങളിൽ ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. മങ്കട മണ്ഡലത്തിൻ്റെ ഏകദേശോളം 8 വർഷത്തോളമായി മണ്ഡലം പ്രസിഡൻ്റാണ് നിലവിലുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരാളെ ഇത്രയും കാലം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയില്ല. നമ്മളെ ജീവിതത്തിൽ എന്ന് ഓർമ്മ വന്നു എന്നെങ്കിൽ അന്ന് ആ മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനത്തെയും പാണക്കാട് തങ്ങന്മാരെയും അതിൻ്റെ നേതാക്കളെയും കണ്ട ഒരു സാഹചര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ പൂക്കോയത്തങ്ങൾ ലീഗിലേക്ക് ബാഫയ്ക്ക് തങ്ങൾ ക്ഷണിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് പൂക്കോയത്തങ്ങൾ ലീഗിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ പിതാമഹന് അതേ വേദിയിൽ അതേ പാണക്കാടിൻ്റെ വരാതിയിൽ ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തതാണ്. അന്ന് PWD കോൺട്രാക്ടറായ മൂപ്പര് അതിന്ന് വിസമ്മതിച്ചപ്പോൾ പൂക്കോയത്തങ്ങൾ പറഞ്ഞു ഞാനാവുന്നുണ്ട്, പിന്നെ എന്താണ് നിങ്ങൾക്കും ആയാലേ എന്നുള്ളത്. പിന്നെ CHും പൂക്കോയത്തങ്ങളൊക്കെ പെരിന്തൽമണ്ണ താലൂക്കിൽ ലീഗ് ഉണ്ടാക്കാൻ മൂപ്പരായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ വന്നു ആ തലമുറയായി നമ്മളൊക്കെ മനസ്സിൽ ലീഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ ലീഗിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ നമ്മൾക്കറിയാം പെരിന്തൽമണ്ണ മണ്ഡലത്തിലായിരുന്ന സമയത്ത് പാർട്ടിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് അന്ന് കഴിഞ്ഞ് പിന്നീട് മണ്ഡലം വിഭജനം വന്ന സമയത്ത് മങ്കടയിലേക്കാവുന്ന സമയത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ എൻ്റെ വാപ്പാൻ്റെ കൂടെ പഠിച്ചതുമാണ്. കുടുംബത്തിനായിട്ട് അടുത്ത ബന്ധമുണ്ട്, നമ്മളേറ്റവും വലിയ അടുത്ത ബന്ധമായിരുന്നു. അത്തരമൊരു സംഭവത്തിലേക്ക് നീങ്ങരുത് എന്നുള്ളതും നല്ല നിലയിൽ പാർട്ടിയെ കൊണ്ടുപോകണമെന്നുള്ള മൂപ്പര ഉപദേശപ്രകാരം ഈ മണ്ഡലത്തിൽ ഞാൻ പ്രസിഡൻ്റായി വരുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില പഞ്ചായത്തുകളിൽ വലിയ തറവാട്ടുകാരൊക്കെ അത് വെച്ചാൽ ലീഗിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം തീർത്തു വന്ന് മണ്ഡലത്തെ ഭദ്രമാക്കുന്ന സമയത്ത് അന്ന് ഒരു പക്ഷേ 2-3 പഞ്ചായത്തുകൾ മാത്രമാണ് UDFൻ്റെ അടുത്തുണ്ടായിരുന്നത്. ആദ്യഘട്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്തിൽ 6 പഞ്ചായത്തും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്തും UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പിടിച്ചെടുക്കാനുള്ള പ്രധാനമായ കാരണം ആരുടെയും പിൻബലമല്ല. ഒരു പക്ഷേ നമ്മളറിയാം പാർട്ടിനുള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കുക, യുവാക്കൾക്ക് പരമാവധി സീറ്റ് കൊടുക്കുക. പാർട്ടി 20% എന്ന് പറയുമ്പോൾ മങ്കട മണ്ഡലത്തിൽ 70%-ഓളം യുവാക്കൾക്ക് കൊടുത്തു. ജനങ്ങൾക്ക് സ്വീകാര്യമായ നേതാക്കളെ മുന്നിലേക്ക് ഇടുകയും ചെയ്തപ്പോൾ അതുപോലെ തന്നെ മുന്നണിയിൽ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു ഘടകകക്ഷികളുടെയും പ്രശ്നങ്ങളും തീർത്തപ്പോൾ നല്ല സ്ഥാനാർത്ഥി നല്ല വന്നതോടുകൂടി നല്ല സാഹചര്യം വന്നതോടുകൂടി UDFന് നല്ല വിജയം വരുത്താൻ ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയിക്കുന്നത്. അത് ആരുടെയും അക്കൗണ്ടിൽ വെക്കേണ്ട ഒരു സാഹചര്യമല്ല. പാർട്ടി മറ്റുള്ള കാര്യങ്ങൾ ആ രൂപത്തിലേക്ക് പോകുന്നതാണ്. മണ്ഡലം പ്രവർത്തക സമിതിയിലുള്ളവർ ഒറ്റക്കെട്ടായിട്ട് ഒരു ബ്ലോക്ക് ആയിക്കൊണ്ടാണ് മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾക്കറിയാം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. അറിയാൻ കഴിയാനുള്ളൊരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു പത്രത്തിൽ ഏതൊരു ചാനലിൽ ഒരു പക്ഷേ കുന്നത്ത് മുഹമ്മദ് LDF സ്ഥാനാർത്ഥി ആയിരിക്കാം എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അതിൽ വന്നിട്ട് നിങ്ങൾക്കൊരു അഭിമുഖം തന്നിട്ടില്ല. ഒരു ഫേസ്ബുക്കിലും അത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പ്രാദേശിക ചാനൽ പല സമയങ്ങളും മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എന്നോട് വന്ന അഭിമുഖം ചോദിച്ച സമയത്ത് ഞാൻ തരുന്നില്ല, അത്തരം കാര്യങ്ങളൊക്കെ
പാർട്ടി തീരുമാനിക്കും, പാണക്കാട് തങ്ങൾ തീരുമാനിക്കും. അത് ആ രൂപത്തിലേ പോകുന്നുള്ളൂ. തങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിന്നൂടെ എന്ന് വെച്ചാൽ തങ്ങൾ പറഞ്ഞാൽ നിൽക്കും, തങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിൽക്കില്ല എന്നുള്ളത് പറഞ്ഞ് സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരോട് മറുപടി നൽകി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു സംഭവം ഒരു ഒരു ചാനലിൽ വന്ന സമയത്ത് ആ സമയത്ത് ഞാൻ മണ്ഡലം എക്സിക്യൂട്ടീവ് വിളിക്കുന്ന സമയമാണത്. ആ മണ്ഡലം എക്സിക്യൂട്ടീവിൽ കുന്നത്ത് മുഹമ്മദ് പാർട്ടിക്ക് എതിരെ നിൽക്കുന്നു, CPMൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു, കുന്നത്ത് മുഹമ്മദിൻ്റെ പേരിൽ നടപടി വേണം എന്ന് പറഞ്ഞിട്ട് 1-2 ആളുകൾ അത് സമീപിച്ചുകൊണ്ട് ഒരു ലെറ്റർ തരികയാണ്. ഒരു മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ നിൽക്കുന്ന ഒരാൾക്ക് കീഴ്ഘടകങ്ങൾക്ക് അത്ര കാര്യങ്ങൾ ഉന്നയിക്കാൻ പറ്റില്ല, അതിന് മേൽഘടകമാണുള്ളത്. ഞാൻ മണ്ഡലം പ്രസിഡൻ്റാണെങ്കിലും അതുപോലെ തന്നെ ജില്ലാ പ്രവർത്തക സമിതി ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിലും സംസ്ഥാന കൗൺസിലറും അഖിലേന്ത്യാ കൗൺസിലറും ആയ സ്ഥിതിക്ക് അത്തരമുള്ള ഒരു പാരമ്പര്യത്തിൽ പോന്ന് എല്ലാവർക്കും അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അച്ചടക്ക ലംഘനം നടത്തി എന്നുള്ളത് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ ആ ഒരു ഇതിൽ വെച്ചിട്ട് അതിന് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യത്തിനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി അമീത് മാഷ് വന്നിരുന്നു. അമീത് മാഷ് വന്ന സമയത്ത് അതിനെതിരെ ഒരു പക്ഷേ മാധ്യമ ഇതിൽ വന്നതിന് തിരിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട സാഹചര്യം. ഞാൻ പറഞ്ഞു, ഇത്തരം സംഭവങ്ങൾ ഞാൻ ഒരിക്കലും മാധ്യമത്തിന് മുമ്പിൽ പോയി പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് ഞാൻ എന്തേന്നുള്ളത് നോക്കിയതിന് ശേഷം ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മറുപടി നൽകുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് ആ അന്വേഷണത്തിൽ മനസ്സിലായത് ഇവിടെ പ്രാദേശിക ചാനലിലൊന്നുമല്ല ആ വാർത്ത നൽകിയിട്ടുള്ളത്. നമുക്ക് ആ പ്രാദേശിക ചാനലിൽ വിസ്മയ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്യൂറോയിൽ പോയി നമുക്കത് നൽകിക്കൊണ്ട് ഒരു ആളെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ളൊരു ആസൂത്രിത അജണ്ട അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.